അല്ല, ക്ഷണമുണ്ടായി, അതാണ് അതിൻ്റെ പ്രശ്നം. അതായത് നമ്മളൊരു പരിപാടിക്ക് ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് ക്ഷണിക്കുക, എന്നിട്ട് ക്ഷണിച്ചു കഴിഞ്ഞിട്ട് ഞാനിന്ന് രാവിലെ ഇവിടെ ഇരുന്ന് പത്രം വായിക്കുമ്പോൾ, ഹിന്ദു വായിക്കുമ്പോൾ, അതിലൊരു പരസ്യം ഫ്രണ്ട് പേജിൽ തന്നെ. അപ്പോൾ എൻ്റെ ഫോട്ടോ മാത്രമില്ല. അപ്പോൾ തന്നെ എനിക്ക് എന്താ സംശയം തോന്നി. ഞാൻ ഉടനെ സിസ്റ്റർ ടെസ, അവിടുത്തെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറെ വിളിച്ചു. എനിക്ക് അവരെ നേരത്തെ മുതലേ പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, സർ പ്രോഗ്രാമിലുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതിൽ കാണുന്നില്ല, ഈ നോട്ടീസിലുണ്ട്. ഞാൻ പറഞ്ഞു, നോട്ടീസിൽ നിങ്ങൾ ആരും പേര് കൊടുത്തോ എനിക്കറിയില്ല, പക്ഷേ ഈ അഡ്വർടൈസ്മെൻറ്റിലില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, സാർ അത് വിട്ടുപോയതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ വിട്ടുപോകാൻ പാടില്ലല്ലോ. അല്ല സാർ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, ഞാനത് വേറെ അർത്ഥത്തിൽ പറഞ്ഞല്ല, പക്ഷേ സിസ്റ്റർ ഒന്നും കൂടി നോക്കിക്കോ, ഇത് ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വിളിച്ചിട്ട് പറയും, രാഷ്ട്രപതിയുടെ ഓഫീസ് കട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ മര്യാദകളൊക്കെ നമ്മൾ സാധാരണക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഈ ഉയർന്ന പദവികളിൽ ഇരിക്കുന്നവരുടെ ഓഫീസുകൾക്ക് ഞാൻ പറയുന്നത്, ഇതൊക്കെ സ്ക്രീം ലൈൻ ചെയ്തിട്ട് ഇവർക്ക് വേണമെങ്കിൽ ഇതിൽ നേരത്തെ തന്നെ, നമുക്കിപ്പോൾ നിർബന്ധമൊന്നുമില്ല, ഒരു പരിപാടിക്ക് ക്ഷണിക്കുന്നു പറഞ്ഞ് നമ്മളാരടുത്തും ചെന്നിട്ടില്ല. നേരത്തെ തന്നെ ഇവർക്ക് സ്കൂൾ മാനേജ്മെൻറ്റ് അല്ല കോളേജ് മാനേജ്മെൻറ്റുമായിട്ട് ചർച്ച ചെയ്തിട്ട് ആരായിക്കോട്ടെ ഇവർക്കൊരു പ്രോഗ്രാമിൽ നിന്നും ഒഴിവാക്കുക, ഉൾപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ ഒന്ന് സാമാന്യ മര്യാദയുടെ ലംഘനം. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചാണ് ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഒന്ന് പ്രതികരിക്കാൻ പോലും തീരുമാനിച്ചെന്ന് വെച്ചാൽ, ഇതിന് മുമ്പൊരു സംഭവം ഉണ്ടായി. ഞാൻ ആരോടും നിങ്ങളോട് പറഞ്ഞില്ല, ആരും ശ്രദ്ധിച്ചില്ല. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒരു പ്രോഗ്രാമിൽ നിന്നും ഷിപ്പ്യാർഡ് മാനേജ്മെൻറ്റ് ഒരുപാട് തവണ, കാരണം അത് എനിക്കറിയാവുന്ന എന്താണെന്ന് വെച്ചാൽ, ഷിപ്പ്യാർഡിൽ ഈ 10-20 വർഷക്കാലമായി ഞാൻ ട്രേഡ് യൂണിയൻ രംഗത്തുണ്ട്. വളരെ ലോങ് സ്റ്റാൻഡിങ് റിലേഷൻ എനിക്ക് ഷിപ്പ്യാർഡായിട്ടുണ്ട്. പക്ഷെ അവരുടെ പ്രോഗ്രാമിൽ നിന്ന് ഇതേപോലെ അത് പിന്നെ ഈ 23-ാം മണിക്കൂറിലല്ല, ഒരു 2 ദിവസം മുമ്പ് തന്നെ ഒഴിവാക്കി. ഞാനന്ന് ചെയ്തൊരു കാര്യം, ഞാൻ പ്രധാനമന്ത്രി സ്വീകരിക്കാനും പോയില്ല, മടങ്ങിപ്പോയപ്പോഴും ചെന്നില്ല. ഇതാണ് എൻ്റെ പ്രതികരണം. ഇന്ന് ഞാനത് തന്നെ ചെയ്തു. നമ്മളെല്ലാവരും ഈ വിശ്വസ്ത വിധേയരും, ഇവർ കുറേ മേലാളന്മാരായിട്ടുള്ള ആളുകളായിട്ട് മാറാൻ പാടില്ല. 2, 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ഇവരുടെ സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ വ്യക്തമാക്കുന്നതാണ് ഞാനിത് ഒരു സംഭവമാണെങ്കിൽ ഇത് 2 ഇനി ഒരു സംഭവം കൂടി ഞാൻ പറയാം. ശ്രീ ഐബിയിടം പ്രതികരിച്ച് ഞാൻ കണ്ടില്ല, സാധാരണ പ്രതികരിക്കുന്നതാണ്. ഇൻകം ടാക്സ് ഓഫീസിൻ്റെ ഉദ്ഘാടനം ഉണ്ടായി, രസമായിരുന്നു. ധനകാര്യമന്ത്രി വന്ന്, നിർമ്മല സീതാരാമൻ വന്ന് ഉദ്ഘാടനം ചെയ്ത് അങ്ങോട്ട് പോയി. മേയറുമില്ല, MP ഇല്ല. ആ കെട്ടിടം കെട്ടുന്ന സമയത്തുണ്ടായ എല്ലാ പ്രശ്നങ്ങളും ഞാനാണ് പരിഹരിച്ചത്. എന്നിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് CSR ഇവരെ കൊണ്ട് ചെയ്യിക്കും, ഭയങ്കര അവർ അത്ര സന്തോഷമായിരുന്നു. ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ ഉദ്ഘാടനത്തിന് പോലും എന്നെ ഒഴിവാക്കി, MP-യെയും ഒഴിവാക്കി. അപ്പോൾ കുറേ കാലമായി. ഇപ്പോൾ കഴിഞ്ഞ തവണ രാഷ്ട്രപതി വന്നപ്പോൾ മുഖ്യമന്ത്രി, ഗവർണർ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിയും ഞാനും കൂടിയാണ് നേവൽ എയർപോർട്ടിൽ സ്വീകരിച്ചത്. കാരണം കൊച്ചിയിൽ വന്നാണ് അവർ ലാൻഡ് ചെയ്തത്, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഇവരിങ്ങനെ പെരുമാറുമ്പോൾ നമ്മളങ്ങനെ തന്നെ പെരുമാറിയാൽ മതി എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, ഒരു നഗരത്തോട് സ്വീകരിക്കുന്ന സമീപനം, അധികാര വികേന്ദ്രീകരണത്തോട് എടുക്കുന്ന സമീപനം, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ചെയ്യുന്നതൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഓഫീസല്ലേ. എന്താണ് ഞാൻ പഠിച്ചതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. ഭരണഘടനയുടെ ഒരു സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റ് എന്താ? പരസ്പര ബഹുമാനമാണ്. പ്രധാനമന്ത്രി വന്നപ്പോൾ നിങ്ങൾ വാർത്താമാധ്യമങ്ങൾ അന്ന് ചില വാർത്താമാധ്യമങ്ങൾ അതിൽ വിമർശനത്തോടു കൂടി സ്വീകരിച്ചിരുന്നു. എനിക്ക് നിങ്ങളോടും പരാതിയുണ്ട്. കാരണം നിങ്ങൾ മുഖ്യമന്ത്രിയുടെ കോൺവോയെ പറ്റി പറയും, എന്ത് ഇവരൊക്കെ വരുമ്പോൾ സംഭവിക്കുന്നത്. ഇനി അത് പോട്ടെ, പ്രൈം മിനിസ്റ്റർ വന്നപ്പോൾ സംഭവിച്ചത്, ഞങ്ങൾ ടാർ ചെയ്ത റോഡ് മുഴുവനും കുഴിച്ച് അന്ന് കുറ്റിയിട്ടു. എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മരങ്ങളുടെ ചില്ലകൾ മുഴുവനും, ആവശ്യത്തിൽ കൂടുതൽ മരങ്ങൾ തന്നെ വെട്ടി. അത് ഏതൊരു ചാനൽ മാത്രം റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഒരു തരത്തിൽ ഒരു മേലാള കീഴാള ശ്രേണി ബന്ധം എന്നൊക്കെ നമ്മൾ പറയില്ലേ, മേലാളന്മാരായിട്ട് കുറേ പേര് ഇരിക്കുക, മറ്റുള്ളവരെല്ലാം താഴെ ഇരിക്കുക. ഇത് ഒരു ശരിയായ നമ്മുടെ ഒരു ഭരണഘടനയുടെ സ്പിരിറ്റിന് ചേർന്ന കാര്യമല്ല എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മേയർ എന്ന് പറയുമ്പോൾ ഈ നഗരത്തിൽ അതിൽ BJP കൗൺസിലർമാരുണ്ട്, CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാവരുടെയും കൂടി ചിലപ്പോൾ നമ്മൾ പൊളിറ്റിക്കലി വോട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം ഞങ്ങൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഭരണഘടനയോടുള്ള തന്നെ അതിൻ്റെ തന്നെ മൂല്യങ്ങളോട് കാണിക്കുന്ന ഏറ്റവും തെറ്റായ ഒരു സമീപനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇവരെല്ലാം രാഷ്ട്രീയം വെച്ച് ആണ് അളക്കണേന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കേട്ട കാര്യങ്ങൾ, ഇതൊന്നും ഒഫീഷ്യലി മനസ്സിലാക്കിയ കാര്യങ്ങളല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ നമ്മുടെ ഈ ചില കാര്യങ്ങൾക്ക് നമ്മൾ കസേര ഇടണ പോലെ 2 CPM 2 കോൺഗ്രസ് 2 അതാണല്ലോ MLA വിളിച്ചിട്ടുണ്ട്, സന്തോഷം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ഡിവൈഡ് ചെയ്തെടുക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. LDF UDF
അങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കേണ്ടതാണ് നമ്മുടെ സ്ഥാപനങ്ങൾ എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്ക് പുറത്ത് ചെന്നാൽ മേയർ, പിന്നെ ആ രാജ്യത്തെ ഗവർണർ ഇവിടുത്തെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവർണറാണല്ലോ, പിന്നെ പ്രസിഡന്റ്, ഇങ്ങനെയല്ലേ ഇവിടെ പോണത്. അപ്പം നമ്മളതിൽ ഈ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ മന്ത്രി അധികാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി അർബൻ കമ്മീഷനെ വിളിച്ച്, ഞാനതിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രതികരിക്കുന്നത്. ലോകത്ത് മുഴുവനും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ കൂടി ഉൾപ്പെട്ട് നടന്ന സെഷൻസിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയതും പ്രയോഗത്തിൽ ഇന്ത്യയിൽ കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ അത് അമ്പരപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഇതൊരു നഗരത്തോട് ചെയ്ത അങ്ങേയറ്റത്തെ അനാദരവാണ്. ഇത് തുടർച്ചയായി ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇതേ സമീപനം തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.